നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 2024 വരവേറ്റ് ലോകം ആഘോഷത്തിന്റെ പൂത്തിരി കത്തിച്ചപ്പോൾ ഗാസയുടെ ആകാശത്ത് വിരിഞ്ഞത് ബോംബ് സ്ഫോടനങ്ങളുടെ അഗ്നിഗോളങ്ങളാണ്. പുതുവർഷത്തിലും ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഇടവേള ഉണ്ടായിട്ടില്ല. പലസ്തീന്റെ 2023 അവസാനിച്ചതും 2024 തുടങ്ങിയതും ആഘോഷമില്ലാതെയാണ്. ഭക്ഷണത്തിനും വെള്ളത്തിനും തലചായ്ക്കാനിടവുമാണ് പലസ്തീനിലെ ജനങ്ങളുടെ ആകെയുള്ള ചിന്ത. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പലായനം ചെയ്യേണ്ടി വന്നവർ റഫ അതിർത്തിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവർ തെരുവിലുറങ്ങുന്നു, തെരുവിലുണരുന്നു. മരവിക്കുന്ന തണുപ്പിലും മറ്റ് അഭയമില്ല. കമ്പിളിപ്പുതപ്പുകളും കുറച്ച് പാത്രങ്ങളും മാത്രമാണ് ഇന്ന് പലരുടെയും ആകെയുള്ള സമ്പാദ്യം. ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന ജീവിതത്തെക്കുറിച്ച് നിറകണ്ണുകളോടെ ഓർക്കുന്നുണ്ട് അവർ. തകർന്ന വീടുകളിലേക്ക് തിരിച്ചു പോകാനെങ്കിലും കഴിഞ്ഞാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നു ഇവരിൽ പലരും. പഴയതുപോലെ ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് മറ്റു ചിലർ. കുട്ടികൾ പേടിയില്ലാതെ ഓടിക്കളിക്കുന്ന സ്വന്തം വീടുകളിൽ താമസിക്കാനാകുന്ന ഒരു നല്ല വർഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലസ്തീനിലെ ഏറിയ പങ്കും ആളുകളും. 2024 ഗാസ സംഘർഷം ഗുരുതരമായി തുടരുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നറിയിപ്പ്. ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാനും ഷാർജയും പുതുവർഷാഘോഷങ്ങൾ നിരോധിച്ചിരുന്നു. സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഫ്രാൻസ്. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ ആക്രമണത്തിൽ 100ഓളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം മധ്യ ഗാസയിൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. അൽ മഗാസ, അൽ ബുറൈജ് എന്നീ അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു ലക്ഷ്യം. ഒരു വീട്ടിലുണ്ടായിരുന്ന 8 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ മാസങ്ങളെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. യുദ്ധത്തിൽ സവിശേഷമായ ധാർമ്മികതയാണ് ഇസ്രായേൽ പുലർത്തുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഞായറാഴ്ച രാത്രി മധ്യ ഗാസയിൽ വൻ ആക്രമണം നടന്നതിനാൽ കൂടുതൽ പേർ ഈജിപ്ത് അതിർത്തിയിലുള്ള റാഫയിലേക്ക് പലായനം ചെയ്യുകയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,822 56,451 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ 40% പേരും ക്ഷാമത്തിന്റെ വക്കിലാണെന്ന് UN പറയുന്നു. അതിനിടെ യുദ്ധം മൂർധന്യത്തിലാണെന്നും ഗാസയുടെ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്നും നെതന്യാഹു പറയുന്നു. പലായനം ചെയ്ത പലസ്തീൻകാർ തിങ്ങി നിറഞ്ഞ പ്രദേശമാണിവിടം. 2005 ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഇസ്രായേൽ അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്താൽ അത് പഴയ സ്ഥിതിയിലേക്കുള്ള തിരിച്ചുപോക്കാകും. ഈജിപ്ത് അതിർത്തി വഴിയാണ് ഹമാസിന് ആയുധം എത്തിയതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇതേക്കുറിച്ചോ അതിർത്തി പിടിച്ചെടുക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയെക്കുറിച്ചോ ഈജിപ്ത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഊർജ്ജമന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെ പുതിയ വിദേശകാര്യമന്ത്രിയായി ഇസ്രായേൽ സർക്കാർ ഞായറാഴ്ച നിയമിക്കുകയും ചെയ്തു. 1 വർഷത്തോളം വിദേശകാര്യമന്ത്രിയായിരുന്ന എലി കോഹന് ഊർജ്ജമന്ത്രിയുടെ ചുമതല നൽകുകയും ചെയ്തു. സുരക്ഷാ മന്ത്രിസഭാംഗമായി കോഹൻ തുടരുകയും ചെയ്യും. മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും മന്ത്രിസ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയതെന്ന് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലെ അംഗങ്ങളാണ് ഈ രണ്ടുപേരും.